യൗസേപ്പിതാവിൻ്റെ മരണത്തിരുനാൾ. മരണത്തെ തോൽപ്പിച്ച ഉത്ഥിതനായ ക്രിസ്തുവിനെ വിശ്വാസത്തോടുകൂടെ പിൻചെല്ലുന്നവരുടെ ഒരു സമൂഹമാണ് കത്തോലിക്ക സഭ. മരണമെന്ന് പറയുന്നത് ഒരു അവസാനമല്ല, അത് ജീവിതത്തിലെ ഒരു വഴിത്തിരിവ്. കത്തോലിക്ക സഭ മരണത്തെ ഒരു തോൽവിയായിട്ടല്ല, മരണത്തെ തോൽപ്പിച്ച ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നാം സ്വീകരിക്കുന്നത്. നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട 1-2 കാര്യങ്ങൾ യൗസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, നീ എടുത്ത തീരുമാനം ദൈവത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ദൈവത്തിൻ്റെ തീരുമാനം ഞാൻ പറയാം, അത് നീ പ്രാവർത്തികമാക്കണം. വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്താതെ പോകാനുള്ള കാരണം അത് ദൈവത്തിനു കൂടെ ഇഷ്ടപ്പെട്ട തീരുമാനമാണോ എന്ന് നാം പരിശോധിച്ചറിയാത്തതുകൊണ്ട്. സ്വപ്നത്തിൽ പോലും ദൈവം അവന് പല വെളിപാടുകളും നൽകിയിരുന്നു. യൗസേപ്പിതാവിനെ പോലെ എടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ കെൽപ്പില്ലാത്ത, നട്ടലിന് പകരം ദൈവവിശ്വാസം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായി എന്നെയും മാറ്റണമേ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മാർച്ച് മാസം വിശുദ്ധ യൗസേപ്പിതാവിന് വേണ്ടി പ്രത്യേകമായി മാറ്റിവയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു മാസമാണ്. അങ്ങനെയുള്ള ഒരു മാസത്തിലൂടെ നാം ഇങ്ങനെ കടന്നു പോവുകയാണ്. മാർച്ച് 19 യൗസേപ്പിതാവിൻ്റെ തിരുനാളാണ്. ചില ദൈവാലയങ്ങളുടെയൊക്കെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നാം ഇങ്ങനെ വായിക്കാറുണ്ട്, യൗസേപ്പിതാവിൻ്റെ മരണത്തിരുനാൾ എന്ന്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ 99% വിശുദ്ധരുടെയും തിരുനാൾ അവരുടെ മരണത്തിരുനാളാണ്. പ്രത്യേകിച്ച് മരണത്തിരുനാൾ എന്നൊരു വിശേഷണം ഈ തിരുനാളിനോടു കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ല എങ്കിൽ എൻ്റെ പ്രസംഗം വ്യർത്ഥ, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. മരണത്തെ തോൽപ്പിച്ച ഉത്ഥിതനായ ക്രിസ്തുവിനെ വിശ്വാസത്തോടു കൂടെ പിൻചെല്ലുന്നവരുടെ ഒരു സമൂഹമാണ് കത്തോലിക്ക സഭ. അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ വണക്കം നാം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മരണമെന്ന് പറയുന്നത് ഒരു അവസാനമല്ല, മറിച്ച് അത് ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. സ്വർഗത്തിലേക്കുള്ള യാത്ര വളരെ തീവ്രമായി ആരംഭിച്ചതിൻ്റെ ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ മരണത്തെ ഒരു തോൽവിയായിട്ടല്ല, മരണത്തെ തോൽപ്പിച്ച ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നാം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് യൗസേപ്പിതാവിൻ്റെ തിരുനാൾ, മരണത്തിരുനാൾ എന്ന് പറയാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് മെയ് 1-ാം തീയതി യൗസേപ്പിതാവ്, തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ഉള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ എഴുതി നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോൾ മറ്റു വിശുദ്ധരുടെയൊക്കെ തിരുനാളുകൾ മരണത്തിരുനാളല്ല എന്നൊരു ധാരണ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ധാരണ ഉള്ളിൽ സൂക്ഷിക്കരുത്. കത്തോലിക്ക സഭയിലെ വിശുദ്ധരുടെ 99.9% വിശുദ്ധരുടെയും തിരുനാൾ അവരുടെ മരണ ദിവസമാണ്. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, യൗസേപ്പിതാവിൻ്റെ തിരുനാളിലേക്ക് നമ്മളിങ്ങനെ അടുക്കുമ്പോൾ യൗസേപ്പിതാവിനെ പറ്റിയുള്ള ഒരു ലേഖനം വായിച്ചതിൻ്റെ ഓർമ്മ മനസ്സിലേക്ക് വരിക. ആ ലേഖനത്തിൻ്റെ തലക്കെട്ടിങ്ങനെയായിരുന്നു, എടുത്ത തീരുമാനം നടപ്പിൽ വരുത്താൻ കെൽപ്പില്ലാത്ത, നട്ടെല്ലില്ലാത്തവനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകാൻ സാധ്യതയില്ല, വായിച്ചപ്പോൾ എനിക്കും ഇഷ്ടമായില്ല. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും കത്തോലിക്ക സഭയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന സഭാവിഭാഗങ്ങൾ എഴുതിയതാണ് എന്നാണ്. പക്ഷേ അതൊരു കത്തോലിക്ക പ്രസിദ്ധീകരണമായിരുന്നു. ഇതെഴുതിയ ലേഖകൻ എന്നെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ കൂടെ ആയിരുന്നു. അതുകൊണ്ട് ആ പ്രൊഫസറോട് ചെറിയൊരു നീരസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ആ ലേഖനം ഞാൻ വായിച്ചു പൂർത്തിയാക്കി. ലേഖനം അവസാനിപ്പിച്ചപ്പോൾ ഉള്ളിൽ
ഉയർന്നു വന്ന വ്യക്തിപരമായൊരു പ്രാർത്ഥന എങ്ങനെയായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവെ, എടുത്ത തീരുമാനം നടപ്പിൽ വരുത്താൻ കെൽപ്പില്ലാത്ത, നട്ടല്ലില്ലാത്ത ഒരു മകനായി എന്നെ നീ മാറ്റണമേ. ഈ ലേഖനം വിശുദ്ധ ഔസേപ്പിതാവിന് ഇങ്ങനെ ഒരു വിശേഷണം കൊടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ തിരുവചനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതായിരുന്നു യൗസേപ്പിതാവിൻ്റെ തീരുമാനം. പിന്നീട് 24-ാമത്തെ വചനത്തിൽ അവസാനം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ്റെ തീരുമാനം ഉപേക്ഷിക്കലായിരുന്നു. പക്ഷേ അവൻ എടുത്ത പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവന്നത് എടുത്ത തീരുമാനത്തിന് വിഭിന്നമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ വചനം വായിക്കുമ്പോൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട 1-2 കാര്യങ്ങൾ യൗസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തിപരമായി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ എടുത്ത തീരുമാനവുമായി ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വരണം. എന്നിട്ട് ദൈവത്തോട് പറയണം: ദൈവമേ, ഇതാണ് എൻ്റെ തീരുമാനം. ഇത് തന്നെയാണ് നിൻ്റെ തീരുമാനമെങ്കിൽ ഞാനിത് തുടരും. അല്ല, വേറെയാണ് എങ്കിൽ എനിക്കൊരു മടിയില്ല, അത് ഞാൻ സന്തോഷത്തോടെ എടുത്തുകൊള്ളാം. സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു: നീ എടുത്ത തീരുമാനം ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ തീരുമാനം ഞാൻ പറയാം, അത് നീ പ്രാവർത്തികമാക്കണം. പ്രിയമുള്ളവരെ, വ്യക്തി ജീവിതത്തിൽ ചിലപ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്താതെ പോകാനുള്ള കാരണം അത് ദൈവത്തിനു കൂടെ ഇഷ്ടപ്പെട്ട തീരുമാനമാണോ എന്ന് നാം പരിശോധിച്ചറിയാത്തത് കൊണ്ടാണ്. യൗസേപ്പിതാവ് തീരുമാനമെടുത്ത് ഉറങ്ങാൻ കിടന്നപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ഉറക്കത്തിൽ യൗസേപ്പിതാവിന് പ്രത്യക്ഷപ്പെടുക. നമ്മളുമൊക്കെ ഉറങ്ങാറുണ്ട്. നമുക്കും പലരുമൊക്കെ സ്വപ്നത്തിലേക്ക് കടന്നു വരാറുണ്ട്. നമ്മുടെ പല സ്വപ്നങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മളിങ്ങനെ ഒതുക്കുമ്പോൾ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും ഒക്കെ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് സാധിക്കാറുണ്ടോ? സ്വപ്നത്തിലേക്ക് കടന്നു വരുന്നത് കൂടുതലായി എന്തിനെപ്പറ്റിയാണോ ചിന്തിക്കുന്നത് അതാണ്. യൗസേപ്പിതാവ് കൂടുതലായി എന്നല്ല, എപ്പോഴും ചിന്തിച്ചത് ദൈവിക കാര്യങ്ങളെപ്പറ്റി ആയതുകൊണ്ട് സ്വപ്നത്തിൽ പോലും ദൈവം അവന് പല വെളിപാടുകളും നൽകിയിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കും പ്രാർത്ഥിക്കാം. യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ നമ്മളിങ്ങനെ ഒരുങ്ങുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവെ, യൗസേപ്പിതാവിനെ പോലെ എടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ കെൽപ്പില്ലാത്ത, നട്ടല്ലില്ലാത്ത, നട്ടലിന് പകരം ദൈവവിശ്വാസം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായി എന്നെയും മാറ്റണമേ. ഈ ഒരു മാറ്റത്തിനു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. യൗസേപ്പിതാവ് അതിന് നമ്മളെ സഹായിക്കും. യൗസേപ്പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.